ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് അതിൽ. അപ്പോൾ ഇവനെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ അവൻ്റെ തള്ളും ചളിയൊക്കെ കേട്ടിട്ട് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഗേറ്റ് ഉണ്ട്, അടയ്ക്കലേന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ എപ്പോൾ പോയാലാണ് ഗൈസ് ഇങ്ങനെ അടയ്ക്കും. എന്നിട്ട് നമ്മൾ വേറെ വഴി കൂടെ പോയി, കാരണം ടൈം വഴുകി. എന്നിട്ട് നമ്മൾ നേരെ പോകണം നമ്മുടെ ലാഡർ സിനിമാസിലാണ് കേട്ടോ. നമ്മൾ ഒട്ടുമിക്ക ഷോസും ഇവിടെ നിന്നാണ് കാണാറ്. കാരണം ഇവിടുത്തെ സ്ക്രീനാണെങ്കിൽ ശരി, സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ ശരി, ഒക്കെ പക്കയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ചളി ഏത് പടത്തിനകത്തില ദുരന്തല്ല ദുരന്തർ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. നമ്മളെ സ്ക്രീൻ മണ്ണിലാണ് നമ്മുടെ ഷോ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അവൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ അവൻ ടിക്കറ്റ് എടുത്തു. 9:15 ഷോ, പക്ഷെ തുടങ്ങിയത് 9:20. ക്ലീനിങ് നടന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വെയിറ്റാക്കി കുറച്ച് നേരം. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഡോറ് തുറന്നു. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിൽ കയറുകയാണ്. നല്ല കുത്തിക്കയറ്റുണ്ടാവും. എന്നിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. നമ്മൾ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് റോയിലാണ് ഇരുന്ന് കാണാൻ പറ്റി. പക്ഷേ എവിടെ ഇരുന്നാലും സെയിം വ്യൂ തന്നെയാണ്, എഫക്റ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം കുറച്ച് ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം കണ്ടിരിക്കാം കേട്ടോ ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു, അവനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ നേരെ പോയി ഒരു 7-Up വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പുള്ളി ചിപ്സും വാങ്ങാൻ വിചാരിച്ചു. നമ്മളത് രണ്ടും വാങ്ങിയിട്ട് നമ്മൾ ഉള്ളിൽ കയറാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തി. സെക്കൻഡ് ഹാഫിൽ പടം തീ പറഞ്ഞതിന് അമ്മാതിരി തീയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫും കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ലാസ്റ്റാണ് ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ പെയ്തിറക്കണം. ഭാഗ്യം നമ്മൾ ഇറങ്ങുമ്പോൾ അത് പെയ്തില്ല കേട്ടോ. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. നമ്മൾ നേരെ പമ്പിക്കാണ് കേട്ടോ പോകുന്നത്, കാരണം എൻ്റെ വണ്ടി അവിടെയാണ്. അപ്പോൾ നമ്മൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും അത് അറിയാം. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഏതാണെന്ന് ഞാൻ പറയണില്ല. കാരണം BGM ആയിക്കോട്ടെ, രൺവീർ സിംഗിൻ്റെ സ്വാഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഫുള്ള് പക്കയാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 2-3 തിയേറ്ററിലേക്ക് വിളിച്ചു, കാരണം നമ്മൾ തമിഴ് ഡബ്ഡ് കാണാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഷോ ക്യാൻസൽ ചെയ്തു, കാരണം ഡബ്ഡ് വന്നിട്ടില്ല പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തേക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിവ്യൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ പടം. അപ്പോൾ ശരി ഗൈസ്.